സോ ഇന്ന് ഞാനുള്ളത് ഇതിന് പ്ലേസ് ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം തൊട്ട് വരണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആൻഡ് ഫൈനലി ഈ വർഷം എനിക്കിവിടെ എത്താൻ പറ്റി. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് ഇവിടെ വന്നത്. സോ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഗ്രേറ്റ് വാൾ ഓഫ് ജോർജിയ കാണാം. അതുപോലെ തന്നെ കൗക്കേസസ് മൗണ്ടന്റെയും അലസാനി വാലിയുടെയും ഒരു അടിപൊളി പാനറോമിക് വ്യൂവും കാണാം. ആൻഡ് മോറോവർ ദിസ് സിറ്റി ഇസ് നോൺ ആസ് ദ സിറ്റി ഓഫ് ലവ്. വെൽക്കം ടു സിഗ്നാഗി. ഓക്കെ, സോ ഞങ്ങളിപ്പം ഇവിടെ ഇങ്ങനെ എവിടെ പോണം എന്നൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. സോ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ 3 സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യുന്നത്. സിഗ്നാഗി ഓൾഡ് ടൗൺ, പിന്നെ സിഗ്നാഗി വാള് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് വാൾ ഓഫ് ജോർജിയ, പിന്നെ അതുപോലെ തന്നെ ബോധബെ മൊണാസ്ട്രി. ഈ 3 സ്ഥലമാണ് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ. സോ ആദ്യമേ ഞങ്ങള് സിഗ്നാഗി വാളിലേക്കാണ് പോകുന്നത്. ഈ സ്ഥലത്തിന് സിറ്റി ഓഫ് ലവ് ആയിട്ട് പറയാൻ 2 കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, ഇവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വെഡ്ഡിംഗ് രജിസ്ട്രി ഓഫീസ് ഉണ്ട്. ആൻഡ് ഇവിടുന്ന് വെഡ്ഡിംഗ് രജിസ്റ്റർ ചെയ്താൽ അത് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റഡ് ആണ്. പിന്നെ രണ്ടാമത്തെ റീസൺ, ഈ ടൗണിലെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ. ചെറിയ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ്, ക്യൂട്ട് കളർഫുൾ ഹൗസസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലി വ്യൂസ് ആൻഡ് സൺസെറ്റ് സീൻ എല്ലാം അടിപൊളിയാണ്. ടിബിലിസിന്ന് സിഗ്നാഗി 100 to 120 കിലോമീറ്റേഴ്സ് ദൂരമേ ഉള്ളൂ. ആൻഡ് നമുക്ക് മഷൂക്കയിൽ ഒരു 1.5 hours എത്താൻ പറ്റും. ഈ സിറ്റിയിലെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ്സിലൊക്കെ കുറവ് ആൾക്കാരേ ഉള്ളൂ. ആൻഡ് ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾ കൂടുതലും ടൂറിസ്റ്റ് ആൾക്കാരെയാണ് കണ്ടത്. സിഗ്നാഗി ജോർജിയയിലെ കക്കേത്തി റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സിഗ്നാഗി തുർക്കിക് ലാംഗ്വേജിൽ ഷെൽട്ടർ എന്നാണ് അർത്ഥം. എയ്റ്റീൻത് സെഞ്ച്വറിയിൽ കിങ് ഇറാക്ലി II ആണ് ഈ മതിൽ നിർമ്മിപ്പിച്ചത്. ആ കാലത്ത് ഈ സിറ്റീനെ വാറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം. സോ അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് വാൾ ഓഫ് ജോർജിയ സിഗ്നാഗി വാളിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഞാൻ വ്യൂ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് 4 കിലോമീറ്ററിലധികമുള്ള ഈ മതിലിൽ കുറേ വാച്ച് ടവേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് ചിലർ ഇതിനെ ജോർജിയാസ് ഗ്രേറ്റ് വാൾ എന്നും വിളിക്കുന്നത്.
ഇതാണ് കുവവരി, used for fermentation, storage, aging of traditional Georgian wine. സോ ബേസിക്കലി ഈ വാള് ഉണ്ടാക്കിയത് ഈ സിഗ്നാഗി സിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറേയൊക്കെ ഡാമേജ്ഡ് ആയിപ്പോയി. പിന്നെ ഇച്ചിരി ഭാഗം ഇങ്ങനെ ടൂറിസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ അടുത്താണ് അസർബൈജാൻ ബോർഡർ. സോ അങ്ങനെ ഞങ്ങളിപ്പം ഇച്ചിരി നടന്ന് ഈ ഒരു വ്യൂവിൻ്റെ മുന്നിൽ വന്നു. ഇനി ഇച്ചിരി കൂടെ നടന്നാൽ നമുക്ക് ഫോർട്രസിൻ്റെ അവിടെ എവിടെ കയറിയിട്ട് നല്ലൊരു വ്യൂ പോയിന്റും കൂടെ കാണാം. ഇവിടെ ഞങ്ങൾ ഇച്ചിരി നേരം ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാനായിട്ട് നിന്നതാ. ഈ മതിലിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് അലസാനി വാലിയുടെയും കൗക്കേസസ് മൗണ്ടൻസിൻ്റെയും ഒരു മനോഹരമായ വ്യൂ കാണാൻ കഴിയും. അതുകൊണ്ട് ഇതൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് ആയിട്ട് മാത്രമല്ല, ബട്ട് ഓൾസോ ഒരു ഫോട്ടോഗ്രാഫി വ്യൂ പോയിന്റ് ആയിട്ടും വളരെ പോപ്പുലറാണ്. സോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇപ്പം ഇതിന്റെ ഒരു എൻഡ് പോയിന്റ് അല്ല, പക്ഷെ ഇതിന്റെ ഒരു എൻഡ് പോയിന്റ്, ഈ വാളിന്റെ എൻഡ് പോയിന്റിലെത്തി. ആൻഡ് വ്യൂ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ അലസാനി വാലി കാണാം എന്നാ പറയുന്നത്. പക്ഷെ ഇതിൽ ഏതാണ് അലസാനി വാലി എന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, Old Town. According to plan. സോ അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ തിരിച്ച് കയറ്റം കയറി വന്നപ്പോഴത്തേക്കും ഇച്ചിരി പാടായിരുന്നു. ഇറങ്ങാനായിട്ട് ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു. സോ ഇനി ഞങ്ങൾ നെക്സ്റ്റ് സിഗ്നാഗി ടൗണിൽ പോയിട്ട് ഇവിടെ ഒരു ടാക്സി പോലത്തെ ഒരു സംഭവമുണ്ട്. ആൻഡ് അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഭയങ്കര പോപ്പുലറാണ്. എല്ലാവരും വരുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഞങ്ങളും അതാണ് നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ സിഗ്നാഗിലുള്ള ഫേമസ് ടാക്സി സ്പോട്ട്. ആൻഡ് ഇവിടെ വന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ലാസ്റ്റ് സ്റ്റോപ്പായ ബോത്ബേ മൊണാസ്ട്രിക്ക് പോകാനായിട്ട് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു.
അങ്ങനെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിൽഗ്രിമേജ് സൈറ്റും കൂടെ ആയ ബോധ്ബേ മൊണാസ്ട്രിയിലെത്തി. സിഗ്നാഗിയിൽ നിന്നും ഒരു 5 to 10 മിനിറ്റ്സ് ടാക്സിയിൽ ഇവിടെ എത്താൻ പറ്റും. സോ അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ബോധ്ബേ മൊണാസ്ട്രിയിലെത്തി. ഈ കാണുന്നതാണ് ബോധ്ബേ മൊണാസ്ട്രി. ഇവിടെ ഭയങ്കര ഒരു കാമിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ മൊണാസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജോർജിയയിലേക്ക് ക്രിസ്ത്യാനിറ്റി എത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന സെയിൻറ്റ് നിനോയുടെ ടൂംബ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. മൊണാസ്ട്രിയുടെ അകത്ത് വളരെ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ഗാർഡനും മരങ്ങളും ഒക്കെ സറൗണ്ട് ചെയ്ത ഈ സ്ഥലത്ത് നിന്ന് നോക്കിയാലും അലസാനി വാലി കാണാം. ശരിക്കും ഈ സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല പീസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ മൊണാസ്ട്രി ഒന്ന് ചുറ്റിക്കണ്ടു. ആൻഡ് നല്ല വെയിലായിരുന്നു ആ സമയത്ത്, ഭയങ്കര വെയിലായിരുന്നു, അവിടെ നിൽക്കാൻ പറ്റാത്ത വെയിലായിരുന്നു.
പിന്നെ ഞങ്ങൾ തിരിച്ച് സിഗ്നാഗി ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ പോയപ്പം ഞങ്ങൾക്ക് ടാക്സി ഒന്നും കിട്ടിയില്ല. ആൻഡ് അങ്ങനെ ഒരു ചേട്ടൻ്റെ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ചു. ആൻഡ് ഹീ ബീങ് സോ കൈൻഡ്, യാതൊരു മടിയും കൂടാതെ ഞങ്ങളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്തു വിതൗട്ട് ടേക്കിംഗ് മണി ഫ്രം അസ്. അപ്പം ഞാൻ ശരിക്കും ഷോക്കായി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒത്തിരി സന്തോഷവും തോന്നി സീയിങ് കൈൻഡ്നെസ് ആൻഡ് ഹ്യൂമാനിറ്റി സ്റ്റിൽ ഇൻ പീപ്പിൾ. ആ ചേട്ടൻ ഞങ്ങളുടെ സിഗ്നാഗി ട്രിപ്പിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിൽ ഒരാളായി എന്നും ഉണ്ടാവും. അപ്പം ലവ്, ഹിസ്റ്ററി, സ്പിരിച്വാലിറ്റി, നേച്ചർ ഇതെല്ലാം ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സിഗ്നാഗി മിസ് ചെയ്യണ്ട. സോ അങ്ങനെ ഞങ്ങളുടെ സിഗ്നാഗി ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് സിഗ്നാഗി വരണം, ഈ സ്ഥലങ്ങളൊക്കെ കാണണം. ആൻഡ് ഫൈനലി അത് നടന്നു. സോ അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീർത്താലോ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ വി മീറ്റ്. ടേക്ക് കെയർ ആൻഡ് ബൈ.